YG അടിച്ചു കയറിപ്പോ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. എന്താടാ നീ അത് കണ്ടില്ലേ? 3 പേരും വലിയ സന്തോഷത്തില്. അത് കണ്ടിട്ട് നിനക്കെന്താ തോന്നുന്നേ? നീ ഒന്ന് തെളിച്ചു പറ. അവര് പാർവതി ഇവിടെ നിന്ന് കെട്ടുകെട്ടിച്ചതിന്റെ സന്തോഷം പങ്കുവയ്ക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. കരിനാഗത്തിന് അതിൽ സന്തോഷിക്കാൻ വകയുണ്ട്. കാരണം അയാളുടെ ചെവിക്കലിനിട്ട് അവള് പൊട്ടിച്ചതിന്റെ പക ഇപ്പോഴും അയാളുടെ മനസ്സിലുണ്ടാവും. അയാളുടെ വാലും താങ്ങി നടക്കുന്ന രഘുവിന് അവളോട് ശത്രുതയുണ്ടാവും. പക്ഷെ പാർവതി ഈ ഗാർമെന്റ്സിൽ നിന്ന് പോയതിന്റെ പേരിൽ മുക്ത മാഡം സന്തോഷിക്കുന്ന എന്തിനാ? മുക്ത മാഡം ഈ ഗാർമെന്റ്സിന്റെ CEO. സത്യം പറഞ്ഞ ഇവിടെ നടന്ന കാര്യങ്ങൾ ഓർത്ത് അവര് സന്തോഷിക്കുകയല്ല വേണ്ടത്, വിഷമിക്കുക വേണ്ടത്. വിഷമിക്കാനോ? പാർവതി ഇവിടെ നിന്ന് പുറത്താക്കിയതിന് മുക്ത മേഡത്തിന് വിഷമം തോന്നേണ്ട കാര്യം എന്താ? പാർവതി ഇവിടെ നിന്ന് പുറത്താക്കിയതിലല്ല വിഷമം തോന്നേണ്ടത്. ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എല്ലാ ആഴ്ചയും അവൾ ആ ഫുട്പാത്ത് കച്ചവടക്കാരന് ഇവിടെ നിന്ന് ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ടെന്നാ അയാൾ പറഞ്ഞത്. വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കേണ്ട ഡ്രസ്സാ ഇവിടത്തെ ഫുട്പാത്തിലിട്ട് വിറ്റത്. ഈ ഗാർമെന്റ്സിന്റെ CEO എന്ന നിലയിൽ മുക്ത മാഡം സന്തോഷിക്കുകയാണോ വേണ്ടത്, വിഷമിക്കുകയാണോ വേണ്ടത്? അത് ശരിയാ. പാർവതി ഇവിടുന്ന് പറഞ്ഞു വിട്ടതിന്റെ പുറകെ അയാളെയും പറഞ്ഞയക്കുക ചെയ്തത്. അയാളുടെ കയ്യിൽ ഇവിടുന്ന് കൊണ്ടുപോയ ഡ്രസ്സിന്റെ ബാക്കി ഉണ്ടോന്ന് പോലും അന്വേഷിച്ചില്ല. ബാക്കിയുള്ളത് വീണ്ടെടുക്കാനുള്ള നടപടി പോലും സ്വീകരിച്ചില്ല. എന്തോ തരികിട നടന്നിട്ടുണ്ട് പ്രിയ, ഉറപ്പാ. അയാൾ എന്തിനായിരിക്കും രഘുവിന് ആ പൈസ കൊടുത്തത്? ശമ്പളമല്ല. ശമ്പളം മാസത്തിലെ ആദ്യത്തെ ആഴ്ചയല്ലേ കിട്ടുക. അഡ്വാൻസും അല്ല. അഡ്വാൻസ് കരുനാഗം അയാളുടെ കീശയിൽ നിന്ന് എടുത്തു കൊടുക്കില്ലല്ലോ. നീ എന്തായി പറഞ്ഞു വരുന്നേ? ഞാൻ എന്റെ സംശയ പറഞ്ഞേ. നീ പറയടി. അയാളെ ഇവിടെ വരുത്തിയത് അവര് 3 പേരും കൂടിയാണെന്നാ എനിക്ക് തോന്നുന്നത്. അയാൾക്ക് അതിന്റെ കൂലി കൊടുത്തിട്ടുണ്ടാവില്ല. കൂലി കൊടുക്കാനുള്ള പൈസയാവും കരുനാഗം രഘുവിന് കൊടുത്തത്. പ്രിയൻ എന്ത് തോന്നുന്നു? സൗന്ദര്യ പറഞ്ഞത് ഒരു പോയിന്റ് തന്നെയാ. നമുക്കതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കണം പ്രിയ. അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ പോയാ കരിനാഗം പറഞ്ഞത് നിങ്ങൾ ഇത്ര വേഗം മറന്നുപോയോ? നമുക്ക് പകരം വേറെ 4 പേരെ കിട്ടാൻ ഈ ടൗണിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. അതിന്റെ പുറകെ പോയി ഉള്ള പണി കളയണോ? മോഹൻ ഇങ്ങനെ പറയാൻ എങ്ങനെയാ മനസ്സ് വരുന്നേ? നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെയാ കള്ളി എന്ന ചീത്തപ്പേരും ചാർത്തി കൊടുത്ത് ഇവിടുന്ന് ഇറക്കി വിട്ടത്. അതിന്റെ സത്യാവസ്ഥ നമ്മൾ അന്വേഷിക്കണ്ടേ? അത് നമ്മുടെ കടമയല്ലേ? ജയന്തി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. മോഹന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. അവളുടെ അവസ്ഥ നമുക്ക് വന്നാലോ എന്ന പേടിയില്ലേ മോഹന്? പാർവതി ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അവളെ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ ഒരു തെറ്റും ചെയ്യാതെയാണ് അവൾ ശിക്ഷ അനുഭവിക്കുന്നതെങ്കിൽ ഞാൻ അവളുടെ കൂടെ നിൽക്കും, എന്ത് സംഭവിച്ചാലും. അതിനാദ്യം എന്ത് നടന്നു എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. മുക്ത മാഡം അറിഞ്ഞുകൊണ്ടുള്ള കളിയാണോന്ന് എനിക്കറിയില്ല. കരുനാഗത്തിന് ഇതിൽ പങ്കുണ്ടോന്നും എനിക്കറിയില്ല. പക്ഷെ ആ ബെഞ്ചമിൻ ഇവിടെ വരുത്തിയത് രഘു തന്നെയാണ്. അത് അവരുടെ നോട്ടങ്ങളിൽ നിന്നും പെരുമാറ്റങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായത്. ശരിയായിരിക്കാം. പാർവതിയെ കൊടുക്കാൻ വേണ്ടി ബെഞ്ചമിൻ ഇവിടെ വരുത്തിയത് രഘു തന്നെയായിരിക്കാം. പക്ഷേ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? അവൻ ഇവിടെ വരുത്തിയത് രഘുവാണെന്ന് നമ്മൾ പോയി പറഞ്ഞ കരുനാഗം വിശ്വസിക്കോ? മുക്ത മാഡം വിശ്വസിക്കോ?
രഘുവാണ് അതിന്റെ പിന്നിലെന്ന് തെളിയിക്കാനുള്ള എന്തെങ്കിലും തെളിവുണ്ടോ നമ്മുടെ കയ്യിൽ? പാർവതിയുടെ കാര്യത്തില് എനിക്ക് നല്ല വിഷമമുണ്ട്. നമ്മൾ അവളുടെ കൂടെ നിൽക്കേണ്ടത് തന്നെയാ. പക്ഷേ നടക്കാത്ത കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ട് നമ്മളായിട്ട് നമ്മുടെ കഞ്ഞിയില് മണ്ണ് വാരി ഇടണോ? രഘുവാണ് ഇതിന് പുറകിലുള്ളെന്ന് തെളിയിക്കാനുള്ള തെളിവല്ലേ നിനക്ക് വേണ്ടത്? ബെഞ്ചമിനെ കണ്ടുപിടിച്ച് 4 എണ്ണം കനത്തിൽ പൂശിയ അവൻ പറയും അവനെ ഇവിടെ വരുത്തിയത് രഘുവാണെന്ന്. ആ തെളിവ് പോരെ നമുക്ക്? അത് തന്നെയാ പറ്റിയ വഴി. നമ്മൾ ആ സത്യം പുറത്തു കൊണ്ടുവരണം പ്രിയ. ഇല്ലെങ്കിൽ ഇന്ന് പാർവതിക്കുണ്ടായ ഈ അനുഭവം നാളെ എനിക്കും പ്രിയനും സൗന്ദര്യക്കും മോഹനും ഒക്കെ ഉണ്ടാകും. പ്രിയ, സുന്ദരേശം വന്ന് നമ്മളെ ഇറക്കി വിടുമ്പോ അയൽവക്കത്തുള്ള ആരെങ്കിലും വന്ന് വിഷമിക്കണ്ട, 3 പായ വിരിക്കാനുള്ള സ്ഥലം നമ്മുടെ ഉമ്മറത്തുണ്ടെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകുന്ന ഞാൻ വിചാരിച്ച്. പക്ഷെ പലരും കാഴ്ച കാണാൻ വന്നു നിന്നല്ലാതെ ഒരു മനുഷ്യൻ പോലും അങ്ങനൊരു വാക്ക് പറയാൻ തയ്യാറായില്ല. നമ്മളെ ആർക്കും വേണ്ടെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. അവരുടെ കുറ്റമല്ല ദേവകി. ഇവിടെ എല്ലാവർക്കും രുദ്രപ്രതാപനെ പേടിയാണെന്ന് നിനക്കറിയില്ലേ? അവനെ പിണക്കിയാൽ അവർക്ക് നമ്മുടെ ഗതി വന്നാലോ എന്ന് ആ പേടിയാ എല്ലാവരുടെയും മനസ്സിൽ. നമ്മളെങ്ങോട്ടാ ചേനി പോവാ? അച്ഛനറിയില്ല മോളെ. ഈശ്വരന്മാർ തന്നെ ഒരു വഴി കാണിച്ചു തരട്ടെ. പറയടാ, ആര് പറഞ്ഞിട്ടാ നീ ഗാർമെന്റ്സിലേക്ക് വന്നത്? ആര് പറഞ്ഞിട്ടാ ഈ കുറ്റം പാർവതി എടുത്തല്ലേ നീ കെട്ടിവെച്ചത്? പറയടാ, പറയാനാ പറഞ്ഞത്. ഞാൻ അവിടെ വെച്ച് പറഞ്ഞ നീയും കേട്ടതല്ലേ? പാർവതി പറഞ്ഞിട്ടാ ഞാൻ അവിടെ വന്നത്. നീ സത്യം പറയില്ലല്ലേ? ഞാൻ സത്യം തന്നെ പറഞ്ഞത്. ഇത് ആദ്യമായിട്ടൊന്നും അല്ല. ഞാൻ ഇതിനു മുമ്പും ഗാർമെന്റ്സിൽ വന്നിട്ടുണ്ട്. പാർവതി ഞാനും ചേർന്ന് ഇതിനു മുമ്പും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ എനിക്കറിയടാ. വേണ്ട, ഞാൻ പറയാം. ആര് പറഞ്ഞിട്ടാ നീ ഗാർമെന്റ്സിലേക്ക് വന്നത്? രഘു പറഞ്ഞിട്ടാ ഞാനവിടെ വന്നത്. ആ പെണ്ണിനെ എനിക്കറിയ പോലുമില്ല. അവളിതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുമില്ല. എന്ത് കാണിക്കുന്നത്? എന്താ കാണിക്കുന്നത്?